ഈ ബാക്ക് വാഷ് ചെയ്ത ഈ ചെളിയുള്ള വെള്ളം ഇത്ര ഡിഫറെൻ്റ് ആണ് നമുക്ക് ഫിൽറ്ററിൽ. ഇത് ഞാൻ പറഞ്ഞില്ലേ 3 വർഷമായിട്ട് വെച്ചിട്ട് ഇതേ ക്വാളിറ്റിയുള്ള വെള്ളം നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. കസ്റ്റമർ ഭയങ്കര ഹാപ്പിയാണ്. ഒരു വീഡിയോയിൽ വരാൻ താല്പര്യമില്ല. ഹായ്, ഗുഡ് മോർണിംഗ്. കെംടെക് അക്കോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് നമ്മളുടെ ഒരു കസ്റ്റമറുടെ വീട്ടിലേക്കാണ്. നമ്മൾ കുറച്ച് കാലം മുന്നേ ഒരു ഫിൽറ്റർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫിൽറ്ററിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒരു 3 വർഷം മുന്നേ വെച്ച് കൊടുത്തൊരു വെസലാണ്. ഇതിന്റെ സിറ്റുവേഷൻ എങ്ങനെയുണ്ടെന്ന് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇതിൽ വെള്ളം കിടക്കുന്നത് ഏകദേശം 24-25 മിനിറ്റ് നേട് പോലെ കാണാൻ വെള്ളം കാണാൻ സൈഡ് കണ്ടാലും അറിയാം എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. ഡെലിവറി ലൈനിലാണ് നമ്മൾ വെസൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. പമ്പിങ് ലൈനിൽ നമ്മൾ കയറ്റി കൊടുത്തിട്ടുണ്ട് ബാക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. കളർ കുറച്ച് ചെറുതായിട്ട് സൈഡായിട്ടുണ്ട്. ഇത് അത്രയും കാലം നിലനിൽക്കും. മേ ബി ഒരു 5-20 വർഷം FRP ആയതുകൊണ്ട് അങ്ങനെ തന്നെ നിൽക്കും. വാൾവിനും വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. നമുക്ക് ഇതൊന്ന് ബാക്ക് വാഷ് ചെയ്ത് നോക്കാം. ബാക്ക് വാഷ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുത്ത കുറച്ച് വെള്ളം ഫിൽറ്റർ ചെയ്ത വെള്ളത്തിൻ്റെ ഔട്ടാണിത്. നമുക്ക് ഫിൽറ്റർ ചെയ്ത വെള്ളം ഇവിടെ വയ്ക്കാം. നമുക്കൊന്ന് ബാക്ക് വാഷ് ചെയ്ത് നോക്കാം. ബാക്ക് വാഷ് ചെയ്യുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ലൈനാണ് ബാക്ക് വാഷിംഗ് ലൈൻ വരുന്നത്. അത് ഒരു ഫ്ലെക്സിബിൾ പൈപ്പ് കൊടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഇതിലിട്ടുണ്ട്. ഇവിടെയാണ് അതിൻ്റെ ബാക്ക് വാഷിംഗ് പൈപ്പിൻ്റെ വേസ്റ്റ് വരിക. ബാക്ക് വാഷ് ചെയ്ത് നോക്കാം. ബാക്ക് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഡെലിവറി ലൈൻ ഒന്ന് നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് വെള്ളം പോയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിൽറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ഓൺ ചെയ്തിട്ട് നമ്മൾ ഒന്നിൽ നിന്ന് ഈ 2ലേക്ക് ഫിൽറ്ററിലേക്ക് നിന്ന് നേരെ ബാക്ക് വാഷിലേക്ക് നമ്മൾ ബാക്ക് വാഷ് ലൈൻ ഇതേപോലെ ഇവിടെ പോകുന്നുണ്ട്. ബാക്ക് വാഷിംഗ് വാട്ടറാണ്. ഇതാണ് ഇപ്പോൾ ബാക്ക് വാഷ് ചെയ്ത് അതിൻ്റെ അഴുക്ക് പോയി തുടങ്ങിയിട്ടുള്ളൂ. ജസ്റ്റ് ഇത് സ്റ്റാർട്ടിംഗ് ആണ്. ഇതിൽ നിന്ന് പോകുന്ന അഴുക്കുകളാണ്. ഇത് ഏകദേശം ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് പോകും. ഇതിന് ഒട്ടും ട്രാൻസ്പെറൻസി ഇല്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് കാണില്ല. അത്രയും സോളിഡ് അഴുക്കാണ്. താഴെ വന്നിട്ട് അത് ഒന്ന് സെറ്റിലാവും. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ വന്ന് സെറ്റിലാവാനുള്ള ടൈപ്പ് ഒരു പെട്ടെന്ന് ഡിസോൾവ് ആവുന്ന ഒരു ടൈപ്പ് അയണാണ്. നോക്കി നോക്കട്ടെ. ഇത് ഫിൽറ്റർ വാട്ടറാണ്. ഇത് നമ്മൾ നേരത്തെ പിടിച്ച് വെച്ച ഫിൽറ്റർ വാട്ടർ. ഇത് ഇതിൻ്റെ ബാക്ക് വാഷിംഗ് ലൈനിൽ പെട്ടെന്ന് നമുക്ക് കണ്ണ് നോക്കി നിൽക്കുക തന്നെ സെറ്റിലാവുന്ന ഒരു ടൈപ്പ് ചെളിയാണ്. ഈ ചെളി കംപ്ലീറ്റ് നമ്മൾ ഫിൽറ്ററിൽ അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതായത് അത് കഴിഞ്ഞിട്ടുള്ള വെള്ളമാണ് ഇതിൻ്റെ അടിയിലേക്ക് വരുന്നത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത്രയും ഈ ഫിൽറ്ററിൻ്റെ ടോപ്പിൽ ഇത്രയധികം ചെളി നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം കിണറ്റിലുണ്ടാവുന്ന കംപ്ലീറ്റ് അഴുക്കിനെ ഇത് ഇവിടെ ഫിൽറ്റർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ എടുത്തിട്ട് വന്നു. ഇപ്പോൾ ബാക്ക് വാഷിൽ വെള്ളം നമ്മളുടെ 1 മിനിറ്റ് ഇതോടെ വയ്ക്കാം. നമുക്ക് ബാക്ക് വാഷിലെ വെള്ളം കണ്ടോ. ബാക്ക് വാഷ് വാട്ടർ നമുക്ക് നല്ല തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു കളർ വന്നിട്ടില്ല. സോളിഡ്സ് ഒക്കെ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ചെറുതാണ്, വളരെ മൈന്യൂട്ടാണ്. ഒരു എന്താ പറയുക, ഫുൾ ട്രാൻസ്പെറൻസി ഇതിൽ കിട്ടിയിട്ടില്ല. അത് വേസ്റ്റ് വെള്ളമാണ് കേട്ടോ. വേസ്റ്റ് വെള്ളം പോകുന്ന ലൈൻ ആയതുകൊണ്ടാണ് ആ ഫുൾ ട്രാൻസ്പെറൻസി കിട്ടാത്തത്. അതിങ്ങനെ കുറച്ച് പോയിക്കൊണ്ടിരിക്കും. 1-2 പ്രാവശ്യം വാഷ് ചെയ്യുമ്പോൾ ഇതിന് മുകളിലത്തെ കംപ്ലീറ്റ് അഴുക്ക് ക്ലിയർ ആയിട്ട് പോകും. പിന്നെ നമുക്ക് താഴേക്ക്, അതായത് ഫിൽറ്ററിൻ്റെ അടിയിലേക്ക് ഈ പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല. നമ്മളിപ്പോൾ ഇതിൽ നിന്ന് ഫിൽറ്റർ മോഡിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം അതിൽ കളയാം. എന്നിട്ട് ഈ ഫിൽറ്റർ മോഡിൽ ഇടുമ്പോൾ ആ ലൈനിൽ കുറച്ച് അഴുക്കുകൾ ഇരിക്കുന്നുണ്ടാവും. ഇത് ഒറ്റ വാൾവല്ലേ, മൾട്ടിക്കോട്ടുള്ള വാൾവ് എന്ന് പറയുമ്പോൾ ഒറ്റ വാൾവിലല്ലേ വരുന്നത്. അപ്പോൾ കുറച്ച് അഴുക്കിരിക്കുന്നുണ്ടാവും. അത് കളഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വെള്ളം കിട്ടും. ഇതിപ്പോൾ ഫിൽറ്ററിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് വരുന്ന വെള്ളമാണ്. ഈ വെള്ളം ഈ ബാക്ക് വാഷ് ചെയ്ത ഈ ചെളിയുള്ള വെള്ളം ഇത്ര ഡിഫറെൻ്റ് ആണ് നമുക്ക് ഫിൽറ്ററിൽ. ഇത് ഞാൻ പറഞ്ഞില്ലേ 3 വർഷമായിട്ട് വെച്ചിട്ട് ഇതേ ക്വാളിറ്റിയുള്ള വെള്ളം നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. കസ്റ്റമർ ഭയങ്കര ഹാപ്പിയാണ്. ഒരു വീഡിയോയിൽ വരാൻ താല്പര്യമില്ല. ഹായ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ കൂടുതൽ വീഡിയോയിൽ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ
ബൈ ബൈ.